السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്ര വിവരണത്തിൻ്റെ ഭാഗമായി ഗസ്വത്തു ഹുനൈൻ അഥവാ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അവസരത്തിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്തേ ഹുനൈൻ യുദ്ധത്തിന്റെ പരാജയം ആദ്യം ഒരു പരാജയത്തിലേക്ക് എത്താനെന്താ കാരണം? അതേ, ആര് നേതാവായിട്ടും കാര്യമില്ല, ആര് സംഘത്തിലുണ്ടായിട്ടും കാര്യമില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയല്ലേ അന്ന് ഉഹദിന് പോയത്. ഉഹദിൽ പരാജയം ഏറ്റുവാങ്ങാൻ എന്താ കാരണം? അനുസരണക്കേടുണ്ടായിപ്പോയി. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല, നമ്മൾ നന്നായി വിശദീകരിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഹുനൈനിൽ എന്താ ആദ്യഘട്ടം ഇങ്ങനെ പരാജയപ്പെട്ട് ഓടാൻ കാരണം? ഒന്നാമത്തെ അസുഖം ഇത് തന്നെയായിരുന്നു. എന്ത്? പലർക്കും തോന്നിപ്പോയി നമ്മൾ ഒരുപാട് ആളൊരുപാടുണ്ട്, ഇനി നമ്മെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയൂലെന്ന അഹങ്കാരം തോന്നി. അപ്പൊ അള്ള പിടിച്ചു. അങ്ങനെ തോന്നരുത്. നമ്മൾ ഒരുപാട് ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിജയം ഒന്നും തോന്നണ്ട. ആളുണ്ടായിട്ടും ആയുധം ഉണ്ടായിട്ടൊന്നുമില്ല വിജയം അള്ള തന്നെ തരണം. അല്ലാഹുവിന്റെ പക്കൽ നിന്നല്ലാതെ സഹായം കിട്ടൂല കേട്ടോ. നിങ്ങൾ ഒരുപാട് ആളുണ്ടായി എന്നതുകൊണ്ട് അഹങ്കാരം തോന്നിയാൽ റബ്ബ് ശിക്ഷിക്കും, പിടിക്കും. അതവിടെ ഹുനൈനിന്റെ പാഠം. ഹുനൈൻ യുദ്ധത്തിൽ ആള് കുറച്ച് നമ്മൾ കൂടുതലുണ്ട്, ആർക്കും അത് തോന്നാൻ പാടില്ല. നമ്മുടെ കൂടെ ആളിപ്പ നല്ലോണുണ്ട്, ഇനി നമുക്ക് വിശ്രമിക്കാനായിരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മയൊന്നും ആർക്കും ഒന്നും ചെയ്യാനാവില്ലെന്ന തോന്നൽ എപ്പോൾ വന്നുവോ അപ്പോൾ നമ്മുടെ അധോഗതിയുടെ തുടക്കമായിരിക്കും. അതുകൊണ്ട് എത്ര വലിയ ആളും അർത്ഥവുമൊക്കെ ഉണ്ടായാലും മനസ്സിൽ നിന്ന് വിനയം പോയി കൂടാ, റബ്ബിലുള്ള തവക്കുൽ നഷ്ടമായി കൂടാ എന്ന പാഠം ഹുനൈനിന്റെ ആദ്യ പരാജയം നമുക്ക് അറിയിച്ചു തരുന്നു. രണ്ടാമത്തെ കാരണം പണ്ഡിതന്മാര് പറയുന്നത്, പുതുമുസ്ലിമീങ്ങളായ കുറെ ആളുകളുണ്ടല്ലോ കൂട്ടത്തിൽ, തൗഹീദ് ഉറക്കാത്ത ചില ആളുകൾ കൂട്ടത്തിലുണ്ടായി.
അപ്പൊ തുടക്കത്തിൽ പരാജയം തന്നെ ഉണ്ടായി. അതിന്റെ ലക്ഷണമാണല്ലോ ആ കണ്ടത്. ഈ യുദ്ധത്തിന് പോകുമ്പോ വാള് തൂക്കിയിടാൻ പറ്റിയ ഒരു മരം അവര് ചോദിച്ചില്ലേ? അല്ലാഹുവിൽ നല്ല അടിയുറച്ച വിശ്വാസക്കുറവ് വന്നുപോയി. അതും ഈ ആദ്യ പരാജയത്തിന്റെ കാരണങ്ങളിൽ എണ്ണപ്പെടുന്നു. അപ്പൊ വിശ്വാസം വളരെ നന്നാവണം, തൗഹീദ് വളരെ ശരിയാവണം, ശിർക്കിന്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, റബ്ബല്ലാത്തവരിൽ നിന്ന് ആത്യന്തികമായ അഭൗതിക സഹായങ്ങൾ പ്രതീക്ഷിക്കുവാൻ പാടില്ല. ആ നിലക്കുള്ള എല്ലാം കൊണ്ടും കൃത്യവും സൂക്ഷ്മവുമായ അടിയുറച്ച കറകളഞ്ഞ തൗഹീദ് ഉണ്ടെങ്കിലല്ലാതെ റബ്ബിന്റെ സഹായം ഉണ്ടാകൂല. അതുകൊണ്ട് തൗഹീദ് വളരെ ക്ലിയർ ആയിരിക്കണം. ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് പറയരുത്, ശിർക്കായത് ശിർക്കല്ല എന്നും പറയരുത്. അതിന് പഠനം ആവശ്യമാണ്. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ ഇൽമോടുകൂടി അഖീദ ശുദ്ധീകരിച്ചാലല്ലാതെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അഖീദയുടെ പ്രാധാന്യവും ഇതിൽ നിന്ന് ഗുണപാഠമാണ്. മൂന്നാമത്തെ കാരണം പറയുന്നത്, അതേ അവരിൽ പല ആളുകളും യുദ്ധത്തിന് വേണ്ട ശരിയായ ഒരുക്കങ്ങളൊന്നും അങ്ങനെ ഒരുങ്ങിയില്ല. ചില ചെറുപ്പക്കാരൊക്കെ കയ്യും വീശി പോയവരുണ്ട്. ചിലരൊക്കെ തലയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ യുദ്ധത്തിന് പോകുന്ന അറബി പടയങ്കി തൊപ്പി, പടത്തൊപ്പി ധരിക്കും. അതൊന്നുമില്ലാതെ, ഒരു പ്രൊട്ടക്ഷനും കാവലുമില്ലാതെ, വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ പോലും കരുതാതെ, അതൊന്നും ഇത്ര ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ നിഷ്പ്രയാസം വിജയിക്കും എന്ന മട്ടിൽ ആയുധങ്ങളൊന്നുമില്ലാതെ നിരായുധരായി ഒരുക്കങ്ങൾ കുറഞ്ഞുപോയി ചില ആളുകൾക്ക്. അതും ഈ യുദ്ധത്തിന്റെ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാജയം നേരിടാനായി. അതെന്താ മനസ്സിലാക്കി തരുന്ന പാഠം? എന്തിനു പോകുമ്പോഴും ഒരുക്കം വേണം, ഒരുങ്ങിയിട്ട് പോണം. ശത്രു നിസ്സാരനായി കാണരുത്. ശത്രുവിനെയൊക്കെ ഞാൻ നിഷ്പ്രയാസം ജയിച്ചടക്കും എന്ന തോന്നലുണ്ടാകരുത്. ശത്രുവിന്റെ കഴിവ് തിരിച്ചറിയണം. അതിന് വേണ്ട സംവിധാനങ്ങളുമായിട്ടാ പോകേണ്ടത്. അതെ, ഒരു സംവാദത്തിന് പോകുമ്പോൾ പോലും, ഒരു ഖണ്ഡന പ്രസംഗത്തിന് പോകുമ്പോൾ പോലും ശത്രുവിന്റെ വാദമുഖങ്ങൾ പഠിച്ച് പറഞ്ഞ് അവതരിപ്പിക്കാൻ പോകണം. വെറുതെ പോയി പ്രസംഗിച്ചാലോ, വെറുതെ പോയി സംവാദം നടത്തിയാലോ പോലും ഫലമുണ്ടാവുകയില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ശത്രുവിന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രതിരോധങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോകണം. അതും ഈ യുദ്ധത്തിന്റെ പാഠമാണ്. നാലാമത്തെ വിഷയം എന്താണ്? നാലാമത്തെ വിഷയം, ഈ കൂട്ടത്തിൽ കുറെ ആളുകൾ ഭൗതികമായ മുതലും ആഗ്രഹിച്ചു പോന്നവരുമുണ്ട്. ഗനീമത്ത് നല്ലോണം കിട്ടും, സമരം നിഷ്പ്രയാസം ജയിക്കും നമുക്ക്, അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിജയിക്കും, ഒരുപാട് ഗനീമത്ത് കിട്ടും. അങ്ങനെ ഗനീമത്ത് സ്വത്ത് മോഹിച്ചുകൊണ്ട് വന്ന ആളുകളുമുണ്ട്. അവർക്ക് ഭൗതികമായ വിജയങ്ങളാണ് അവർ കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ ദൗർബല്യങ്ങൾ ഈ പട്ടാളക്കാരിൽ ഉണ്ട് ചിലരിലൊക്കെ. എന്നതുകൊണ്ട് തന്നെ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില പരാജയത്തിന്റെ കയ്പുനീര് മുസ്ലിമീങ്ങൾ കുടിക്കേണ്ടി വന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തിൽപ്പെട്ട പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അത്ര പ്രശ്നമാക്കാതെ മുന്നേറിയപ്പോ അവര് പെട്ടെന്ന് ഒന്നങ്ങോട്ട് പിന്തിരിയുന്നത് കണ്ടു ശത്രുക്കൾ. അപ്പൊ ഞങ്ങൾ ഗനീമത്തിന്മേലാണ് വീണു, സമരാർജിത സമ്പത്ത് വാരിക്കൂട്ടുന്ന തിരക്കിലായി. അതെ, വഹദിൽ സംഭവിച്ചതുപോലെ അങ്ങോട്ട് പോയി എന്ന് കണ്ട ശത്രു പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ മുതലുമ്മൽക്ക് കുറച്ച് വല്ലാതെ ആർത്തി വന്നപ്പോ ഒരു പരാജയം തുടക്കത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്തു എന്നതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാരണമായി പണ്ഡിതന്മാര് പറയുന്നത്, പുതുവിശ്വാസികളായ കുറെ ആളുകളുണ്ട്. അവർക്ക് ഈമാൻ ഉറച്ചിട്ടില്ല. അവരിങ്ങനെ നോക്കുക, സമരത്തിന്റെ ഗതി എങ്ങോട്ടാ അതിന്റെ ആക്കതൂക്കം എന്ന് നോക്കണ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. അവര് തുലഖാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാ തുലഖാ? ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഒന്നും ചെയ്യാതെ വിട്ടയച്ച കുറെ ആളുകൾ. അവരൊക്കെ പിന്നെ മുസ്ലിമുകളായി കടന്നു വന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ സമരത്തിന്റെ ഗതി എന്താകുമെന്ന് അറിയാതെ ഇങ്ങനെ പിന്നിൽ കൂടിയവരാ. ജയിക്കുകയാണെങ്കിൽ ഒപ്പം കൂടാ, തോൽക്കുകയാണെങ്കിൽ അവിടെ ഓടാ എന്ന മട്ടിൽ വന്ന കുറെ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത വേറെ കുറെ ടീമുകളും ഉണ്ടായി. ആ നിലക്കുള്ള ആളുകളും ഉണ്ടായി. അവരുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവെന്താ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബ, ധീര വനിതയാണ്.
സഹാബാക്കളുടെ കൂട്ടത്തിൽ സഹാബ ആളുകൾക്ക് സംഭവിക്കുന്ന പരിക്കുകളിൽ, മുറിവുകളിൽ മുറിവ് വെച്ച് കെട്ടാനും ശുശ്രൂഷിക്കാനും വെള്ളം കൊടുക്കാനും വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാനുമൊക്കെ യുദ്ധങ്ങൾക്ക് സ്ത്രീകളും പോയിരുന്നു. അങ്ങനെ ആ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബ വനിതയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അവരുടെ കയ്യിൽ ഒരു വലിയ കട്ടാര കത്തിയുണ്ട് ഉമ്മു സുലൈം ബീവിയുടെ കയ്യിൽ. ഖൻജർ എന്നാണ് ഹദീസിൽ പറയുന്നത്. ഖൻജർ എന്നും ഖിൻജർ എന്നും വായനയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഇരുതല മൂർച്ചയുള്ള വലിയ കട്ടാരയാണ്. 2 തലയും മൂർച്ചയുള്ള കുത്തിപ്പിളർത്താൻ പറ്റിയ വലിയ കട്ടാരയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലുള്ളത്. ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇത് കാണുന്നു. ഭർത്താവ് കാണാണ് ഭാര്യ ഉമ്മു സുലൈമിന്റെ കയ്യിൽ വലിയൊരു കട്ടാര, 2 തല മൂർച്ചയുള്ളത്. ഉടനെ ഓടി വന്നിട്ട് അബൂ തൽഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹാദിഹി ഉമ്മു സുലൈം മഅഹാ ഖിൻജറുൻ. ഇതേ ഉമ്മു സുലൈം കയ്യിലുണ്ട് വലിയ ഒരു കട്ടാര കത്തിയുമായി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഉമ്മു സുലൈമേ മാഹാദൽ ഖിൻജർ, എന്തിനാ ഈ കട്ടാരയും കൊണ്ട് നടക്കുന്നത്? കാലത്ത് അവർ ഉടനെ ധൈര്യത്തോടെ പറയുകയാണ്, ഇത്തഖറുതുഹു, ഇത് ഞാൻ കയ്യിലേന്തിയിരിക്കുന്നത്, ഇൻദനാ മിന്നീ അഹദും മിനൽ മുശ്രികീൻ ബഖർതു ബിഹി ബത്നഹു. ആരെങ്കിലും ഒരു മുശ്രിക്കെങ്ങാനും ഉമ്മു സുലൈമിനോട് അടുത്ത് വന്നാൽ ബഖർതു ബിഹി ബത്നഹു, അവന്റെ വയറ് ഞാൻ ഈ കത്തി കൊണ്ട് കുത്തിപ്പിളർത്തും. ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ ധീര വനിതയാണ്. എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ കത്തിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതേ, ധീരമായി കൊണ്ട് പോരാടുകയാണ്. ഇസ്ലാമികമായ ഒരു നിയമം പാലിക്കൂ സഹോദരി. അള്ള ഇഷ്ടപ്പെടാത്ത വേഷത്തിൽ നിന്നൊന്ന് മാറിക്കൊണ്ട് അള്ള പഠിപ്പിച്ച ആദർശത്തിലേക്ക് വരൂ സഹോദരി എന്ന് പറഞ്ഞാൽ അതിനു പോലും ത്യാഗം സഹിക്കാൻ തയ്യാറില്ലാതെ ആളുകൾ എന്നെ കളിയാക്കും, എന്റെ ഭർത്താവിനത് ഇഷ്ടമല്ല, എന്റെ കൂട്ടുകാരികൾക്ക് അത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പല നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയുടെ ധീരത നോക്കൂ. ഏതെങ്കിലും ഒരു മുശ്രിക്കെങ്ങാനും എന്നെ തൊടാൻ വന്നാൽ ബഖർതു ബിഹി ബത്നഹു, അവന്റെ വയറ് ഞാൻ ഇതുകൊണ്ട് കുത്തിക്കീറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് നന്നായി ചിരിക്കുകയാണ്. അവിടുന്ന് നന്നായി ചിരിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നത്. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹകൂ, നബി തങ്ങൾ ചിരിക്കുകയാണ്. ആ അവസരത്തിൽ മഹദി പറഞ്ഞൊരു വാചകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസം ഉറക്കാത്ത കുറെ ആളുകളിതാ നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരെയും അങ്ങ് കുത്തിയാലോ, അവരെയും അങ്ങ് ശരിപ്പെടുത്തി കളഞ്ഞാലോ, എന്താ നിങ്ങൾ അഭിപ്രായമെന്ന്? അതേ, ആണത്തമില്ലാത്ത ആണുങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പെണ്ണായ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ആണത്തമില്ലാത്ത ചില ആണുങ്ങള്, ഉറപ്പില്ലാത്ത ചിലരിവിടെ നിങ്ങളെ വിട്ട് പിന്തിരിഞ്ഞോടാൻ നിൽക്കുന്നുവെങ്കിൽ അവരെയും അങ്ങ് ശരിപ്പെടുത്തിയാലോ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഉമ്മു സുലൈം, ഇന്നല്ലാഹ ഖദ് കഫാ വഅഹ്സൻ. അല്ലാഹ് തന്നെ വേണ്ടത് ചെയ്യും ഉമ്മു സുലൈമേ, വേണ്ട, അല്ലാഹ് തന്നെ കാര്യങ്ങളൊക്കെ നന്നാക്കിക്കൊള്ളും എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറയും. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പിന്തിരിഞ്ഞോടുന്ന വിശ്വാസം ഉറപ്പില്ലാത്ത ആൾക്കാരുണ്ടായി എന്നതൊരു നിമിത്തമായി. അങ്ങനെ ഈ ഇവിടെ നിന്ന് ഓടിപ്പോയ ആളുകളൊക്കെ, ഈ ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ ശത്രുക്കളൊക്കെ പിന്നെ പോയതെങ്ങട്ടാ? ത്വായിഫിൽക്കാ പോണത്. ത്വായിഫ് പണ്ടേ ഒരു ഇസ്ലാമിന്റെ ശത്രു കേന്ദ്രമാണ്. അറിയില്ലേ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മയുടെ ബന്ധുക്കളുള്ള അമ്മാമന്മാര് താമസിക്കുന്ന മേഖലയാണ് ത്വായിഫ്. പണ്ടെന്നോ ഇസ്ലാമികമായി ദഅവത്തിന് വേണ്ടി പോയപ്പോൾ, അതേ പ്രതീക്ഷയോടുകൂടി ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും അല്ലാത്തവരും ഒക്കെ തെണ്ടി പിള്ളേരെ വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എറിഞ്ഞ് രക്തം പൊട്ടി അവിടുന്ന് ഓടിപ്പോരേണ്ടി വന്ന സ്ഥലമാണ് ത്വായിഫ്. അവിടുത്തേക്കാണ് ശത്രുക്കൾ മുഴുവനും നീങ്ങിയിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും വിട്ടില്ല, അവരെ പിന്തുടരുന്നു, ത്വായിഫിലേക്കും പടനയിക്കുന്നു. ത്വായിഫിൽ പോയിട്ട് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ശക്തമായ നിലക്കുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ വരെ പ്രയോഗിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വലിയ അഹങ്കാരം തോന്നിയിരുന്ന ആളുകൾക്ക് പോലും മനസ്സിലായി മുഹമ്മദിനോട് ഇനി എതിരിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ത്വായിഫിലുള്ള ആളുകളും ഇസ്ലാമിന് കീഴടങ്ങിയ ചരിത്രമുള്ളത്.
അങ്ങനെ ത്വായിഫുകാരും ഇസ്ലാമിന്റെ വക്താക്കളായി ഇസ്ലാമിന് അഭിമാനമായി എന്ന നിലക്ക് ത്വായിഫിൽ വല്ലാത്തൊരു ഇസ്ലാമിക മുന്നേറ്റം. അതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് പറഞ്ഞില്ലേ, അതെ അവരെ ഞാൻ നശിപ്പിക്കട്ടെയോ എന്ന്. അതേ മലക്ക് വന്നുകൊണ്ട്, പർവ്വതങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ഏറുകൊണ്ട് തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ചോദിച്ചില്ലേ, അവരെ ഞാൻ കീഴ്മേൽ മറിച്ചിട്ട് നശിപ്പിക്കട്ടെയോ നബിയേ? അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ റബ്ബിന്റെ ഓർഡർ ഉണ്ട്, എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ വേണ്ട, അവരെ കൊല്ലണ്ട, അവരെ മുച്ചൂടും നശിപ്പിക്കണ്ട, അവരുടെ ഭാവി തലമുറയിൽ നിന്ന് ഒരു ടീമെങ്ങാനും ഇസ്ലാമിലേക്ക് വന്നാൽ അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി, എന്റെ നാട്ടുകാർക്ക്, എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ, നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. ഫഇന്നഹും ലാ യഅലമൂൻ, അവരെന്നെ എറിഞ്ഞോടിച്ചത്, എന്നെ ഉപദ്രവിച്ചത് അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് അല്ലാഹ്. അന്നത്തെ ദുആ കണ്ടോ? അന്ന് നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ അവിടെ ആളുണ്ടോ? അവിടെ ആളുകളുണ്ടോ? അന്ന് നശിപ്പിക്കപ്പെടാതെ വിട്ടുപോയ ത്വായിഫിൽ എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയൊരുക്കം നടത്തിയിട്ട് ശക്തമായി ഇസ്ലാമിന് വലിയ വേരോട്ടമുണ്ടായി. ത്വായിഫിലുള്ള ആളുകളും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നു. അപ്പോ അറേബ്യൻ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന അവസാന യുദ്ധമായിരുന്നു ഈ ഹുനൈൻ യുദ്ധം. ആദ്യം നടന്ന യുദ്ധം ഏതാ? ബദർ. അറേബ്യൻ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന ആദ്യ യുദ്ധം ബദർ യുദ്ധമാണെങ്കിൽ, ഏറ്റവും അവസാനം അറേബ്യൻ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ അവസാനത്തത് ഹുനൈൻ ത്വായിഫ് യുദ്ധങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ ധാരാളമായി അറിയുകയും അവിടുത്തോടുള്ള മഹബ്ബത്തിനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ വിശ്വാസാചാര അനുഷ്ഠാന സമ്പ്രദായ സ്വഭാവങ്ങളിൽ ജീവിതത്തിൽ വലിയ പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.